ഹായ്, മനോരമ ഇൻഡസ്ട്രീസിൻ്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് അപ്ഡേറ്റ് ആണ് പറയുന്നത്. റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു എക്സലൻറ്റ് നമ്പറാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. 86% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട് കമ്പനിക്ക്. റവന്യൂ ഗ്രോത്ത് 65% ആണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും മനോരമ ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ ഗ്രോ ചെയ്തിരുന്നത് 117%. ഈ ക്വാർട്ടറിൽ അത് 65% ഗ്രോ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഒരു ബേസ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. കാരണം അതിന് മുമ്പിലത്തെ Q1 അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15,000 മെട്രിക് ടൺ ആയിരുന്നു. അവിടുന്ന് Q2 അവർ 40,000 മെട്രിക് ടണ്ണിലേക്ക് എത്തിയത്. 25,000 മെട്രിക് ടൺ അവർ ആഡ് ചെയ്തിരുന്നു Q2 ആയപ്പോൾ. അപ്പോൾ Q1 ബേസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് ഇപ്രാവശ്യം അവരുടെ കപ്പാസിറ്റിയും കൂടി. സോ അതുകൊണ്ട് തന്നെ ആ ബേസിൽ നിന്ന് അവർക്ക് 117% ഗ്രോ ചെയ്യാൻ പറ്റി. ഈ Q2 വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ തന്നെ അവർക്ക് ആ കപ്പാസിറ്റിയുടെ ഒരു ബെനിഫിറ്റ് കിട്ടിയായിരുന്നു. സോ അവിടെ ഉണ്ടായ ഗ്രോത്തിന് മുകളിൽ ഈ പ്രാവശ്യം 65% ഗ്രോ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു നമ്പറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റും അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് റവന്യൂ ഗ്രോത്തിന് മുകളിലാണ്. അതായത് അവരുടെ മാർജിൻസ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കിയാൽ അവരുടെ എല്ലാ മാർജിൻസിലും നമുക്കിത് കാണാം. പ്രോഫിറ്റ് മാർജിനിൽ ആ ഡിഫറൻസ് വരുന്നുണ്ട്, എബിറ്റ മാർജിനിൽ ആ ഡിഫറൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കുറയുന്നുണ്ട്. 125 ദിവസത്തിന് മുകളിലായിരുന്നു ഇവരുടെ കഴിഞ്ഞ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് എന്ന് പറയുന്നതെങ്കിൽ ഈ ക്വാർട്ടർ, അതായത് ഈ ഹാഫ് ഇയർ ആയപ്പോൾ തന്നെ അത് 97 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കമ്പനി ടാർഗറ്റ് ചെയ്യുന്ന അടുത്ത 1.5-2 വർഷം കൊണ്ട് തന്നെ ഇതൊരു 75 എത്തിക്കാനായിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേന് കമ്പനിയുടെ എല്ലാ രീതിയിലും കമ്പനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഫിറ്റ് ഹാഫ് ഇയറിൽ കൂടിയിരിക്കുന്നത് 86% ആണ്. റവന്യൂ ഗ്രോ ചെയ്തിരിക്കുന്നത് 86% ആണ്. പ്രോഫിറ്റ് ഗ്രോ ചെയ്തിരിക്കുന്നത് 160% മുകളിലാണ് ഈ ഒരു ഹാഫ് ഇയറിൽ മാത്രം ഗ്രോ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു FMCG സെക്ടറിൽ നിൽക്കുന്ന ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ഗ്രോത്തിൽ വളരെ നല്ലൊരു ഫിഗേഴ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ മനോരമ ഇൻഡസ്ട്രീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കൊക്കോ ബട്ടർ ഇക്വാലൻ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊക്കോ ബട്ടർ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ചോക്ലേറ്റിന് യൂസ് ചെയ്യുന്ന കൊക്കോ ബട്ടറാണ്. സോ ഇവരതിന് ഇക്വാലൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ 1 മുതൽ 2% വരെയായിരുന്നു ഈ കൊക്കോ ബട്ടർ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത് പ്യുവർ ചോക്ലേറ്റ് എന്ന് പറയുന്നതിനകത്ത്. ഇപ്പോൾ അത് 5% വരെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇവരുടെ മാർക്കറ്റ് കൂടിയിട്ടുണ്ട്. അതേപോലെ ഇൻ്റർനാഷണലി 5% ഉള്ളത് ഇപ്പോൾ 10% ആയിട്ടുണ്ട്. സോ ആ രീതിയിൽ കൊക്കോ ബട്ടറിൻ്റെ യൂസേജ് കൂടിയിട്ടുണ്ട്. ഇവരെന്ന് പറയുന്നത് ഇൻ്റർനാഷണലി തന്നെ ഒരു ബിഗ് പ്ലെയർ ആണ് ഈ ഒരു കൊക്കോ ബട്ടർ ഇക്വാലൻ്റിൻ്റെ കേസിൽ. ഇന്ത്യയിലൊന്നും ഇവർക്ക് കോമ്പറ്റീഷൻ തന്നെ ഇല്ലെന്ന് പറയാം. ഒരു മോണോപ്പൊളി ബിസിനസ്സായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവർ ഇൻ്റർനാഷണലി തന്നെ സ്പ്രെഡായി കിടക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിക്ക് ഇന്ത്യക്ക് പുറത്ത് 6 സബ്സിഡിയറീസ് ഉണ്ട്. അതിനകത്ത് 1 UAE, 1 ബ്രസീലിൽ, 8 സബ്സിഡിയറി ഉണ്ട്. അതിനകത്ത് 1 UAE, 1 ബ്രസീൽ, 6 ആഫ്രിക്കയിലാണ്. സോ ഇവർ ഈ കൊക്കോ ബട്ടർ ഇക്വാലൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി കൊക്കോയിൽ നിന്ന് നമ്മൾ കൊക്കോ ബട്ടർ ഉണ്ടാക്കുമ്പോൾ ഈ കൊക്കോ ബട്ടർ ഇക്വാലൻറ്റിന് CBEക്ക് വേണ്ടിയിട്ട് ഇവർ സാൽ സീഡ് അല്ലെങ്കിൽ മാംഗോയുടെ സീഡ്, പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ഷിയ സീഡ്, ഇതൊക്കെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്ത് ഇതിനെ പ്രോസസ്സ് ചെയ്താണ് ഇവർ കൊക്കോ ബട്ടർ ഇക്വാലൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവരുടെ കൊക്കോ ബട്ടർ ഇക്വാലൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ ഇവർക്ക് ഇൻ്റർനാഷണലി തന്നെ ഇവർക്ക് നല്ല ഡിമാൻഡുണ്ട്. അതിപ്പോൾ ഇവരുടെ ക്ലയൻറ്റ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നെസ്ലെ ക്ലയൻ്റ് ആണ്, ഹെർഷേസ് ക്ലയൻ്റ് ആണ്, ഫെറോറോ റോഷർ ക്ലയൻ്റ് ആണ്. സോ ഇങ്ങനെ ഇൻ്റർനാഷണലി തന്നെ എല്ലാവർക്കും റിനൗണ്ട് ആയിട്ടുള്ള പേരുകളുള്ള ബിസിനസ്സുകൾ ഇവരുടെ കസ്റ്റമേഴ്സാണ്. സോ ഇവരെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തുണ്ടെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പനി നല്ല ഇൻ്റർനാഷണലി അക്സെപ്റ്റൻസ് ഉള്ള ഒരു കമ്പനിയാണ്. സോ ഈ കൊക്കോ ബട്ടർ ഇക്വാലൻ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലിപ്പം ഛത്തീസ്ഗഡ്, ആ ഒരു ഏരിയയിൽ ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ്, ആ ഒരു ഏരിയയിലാണ് ഇവർ മെയിനായിട്ട് ഈ സീഡ്സ് കളക്ട് ചെയ്യുന്നത്. അവിടെ ട്രൈബൽസുമായിട്ടുള്ള ടൈപ്പിലാണ് ഇവർ ചെയ്യുന്നത്. അത് ഗവൺമെൻറ് ത്രൂ ആണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതായത് ട്രൈബൽസ് ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ഇവർക്ക് കൊടുക്കും. സോ ഇവർ ഗവൺമെൻറ് ത്രൂ, പഞ്ചായത്ത് ത്രൂ ആണ് ആളുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ആഫ്രിക്കയിൽ ഇവർ ബിസിനസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ റോ മെറ്റീരിയൽ ഇവർക്ക് നല്ല സോഴ്സ് ചെയ്യാനായിട്ട് നല്ലൊരു ബേസ് ഉണ്ട് ഇവർക്ക്. സോ ഈ റോ മെറ്റീരിയൽ ഇവർ മെയ് തൊട്ടൊരു ജൂലൈ, ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് ഇവർ കളക്ട് ചെയ്ത് ഇവരുടെ ഫാക്ടറിയിൽ കീപ്പ് ചെയ്യും. അതിനുശേഷം ഇവരത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് കൊക്കോ ബട്ടർ ഇക്വാലൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഫ്രിക്കയിൽ ഇപ്പോൾ ഓൾറെഡി അവർ അവിടെ നിന്ന് മുഴുവൻ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു പ്ലാന്റ് ഇപ്പോൾ അവിടെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലവർ ഇതിൽ നിന്ന് ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 70% ഇതിൻ്റെ വെയിറ്റ് കുറയും. അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ഇവരുടെ വെയിറ്റ് കുറയുന്നതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കുറയുമെന്ന് നമ്മൾ പറഞ്ഞു. സോ അത് മാർജിൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പോൾ തന്നെ ഇവരുടെ എബിറ്റ മാർജിൻ എന്ന് പറഞ്ഞാൽ 27% മുകളിലാണ്. പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 17% മുകളിലാണ്. ഇതിൽ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുള്ള ചാൻസസ് ഇനി ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ ഈ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സാധനം പ്രോസസ്സ് ചെയ്ത് ഒരു കൊക്കോ ബട്ടറാക്കി മാറ്റിയതിന് ശേഷം ഇത് ബാക്കിയുള്ള കമ്പനികൾക്ക് ഇവർ സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡയറക്റ്റായിട്ട് ഒരു എൻട്രി ബാരിയർ ഉള്ളൊരു ഫീൽഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പറ്റണം.
സോ അതിന് ഇവർക്ക് ഇത്രയും വലിയൊരു എന്താ പറയുക ഫാം ഹൗസ് ഒന്നും ഡെവലപ്പ് ചെയ്ത് പറ്റില്ല, കാരണം അതിൽ കൂടുതൽ ഇവർക്ക് അതിന് ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ കുറച്ചൊരു എൻട്രി ബാരിയർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പം തന്നെ ഓൾറെഡി തന്നെ ഇന്ത്യയിലൊക്കെ ഇവരൊരു മോണോപ്പൊളിയാണെന്ന് പറയും. ഇന്റർനാഷണലി ഇവർ വലിയൊരു ഇന്റർനാഷണലി ഈ ഒരു കൊക്കോ ബട്ടർ ഇക്വാലിറ്റി ഡീൽ ചെയ്യുന്ന വലിയൊരു കമ്പനികളിലൊന്നാണിത്. പിന്നെ മേജറായിട്ട് പറയാനുള്ളത് വെച്ചാൽ കമ്പനിയുടെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 36 to 37% ആണ് ടോപ്പ് ലൈൻ ഗൈഡൻസ് ഉണ്ടായിരുന്നത്. അവരിപ്പോൾ തന്നെ അവരുടെ ടോപ്പ് ലൈൻ ഗൈഡൻസിനെ ബീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ ഗൈഡൻസ് കൂട്ടിയിട്ടുണ്ട്. 36 to 37 എന്ന് പറഞ്ഞാൽ അവർ 50% ആക്കി കൂട്ടിയിട്ടുണ്ട്. സോ അവർ ഭാവിയിലേക്ക് വീണ്ടും, അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഗൈഡൻസ് തന്നെ ഇപ്പം തന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രോത്ത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ. അതിപ്പോൾ 1050 കോടി ടാർഗറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ 1150 കോടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവർ ROCEയും ROEയും കൂടുന്നുണ്ട്. ROCE ഓൾറെഡി 50% അടുത്തെത്തിയിട്ടുണ്ട്. ROE എന്ന് പറയുന്നത് 36-37% ആയിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 25%-ൽ നിന്നാണ് ഇപ്പോൾ 37-ലേക്ക് മാറിയിട്ടുള്ളത്. സോ അതിൽ നല്ല ROCE കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ ആ കമ്പനിയുടെ എല്ലാ ആസ്പെക്റ്റിലും കമ്പനി വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ROE എന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതുപോലെ അവരുടെ ക്യാപെക്സിന് വേണ്ടി അവർ 450 കോടി കൂടെ വീണ്ടും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അവർക്ക് 40,000 ടൺ മെട്രിക് ടൺ ആണ് അവരുടെ കപ്പാസിറ്റി ഫ്രാക്സിനൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് പ്രോസസ്സിൻ്റെ. സോ അത് അവിടുന്ന് 40,000-ൽ നിന്ന് 52,000-ലേക്ക് അവർ കൂട്ടാൻ പോവുകയാണ്. ഈ Q3-ൽ അവർ എന്താ പറയുക പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് അത് കൂട്ടുന്നുണ്ട്. അത് ഈ 450 കോടിയിൽ വരുന്നില്ല, അതിന് പുറത്താണ് ഇത് ചെയ്യുന്നത്. അത് ഡിസംബറിൽ തന്നെ ഏകദേശം കഴിയുമെന്നും ജനുവരി ക്വാർട്ടർ അതായത് Q4-ൽ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ തന്നെ ഏകദേശം 1800 മുതൽ 2000 കോടി വരെ റവന്യൂ പൊട്ടൻഷ്യലുള്ള കമ്പനിയായിട്ട് ഇത് മാറും. ഇപ്പോൾ 1150 കോടിയാണ് ടാർഗറ്റ്. അതായത് അടുത്ത വർഷം ഇവർക്ക് ഒരു 60-70% ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഇപ്പോഴും അവിടെ കിടക്കുന്നത്. പിന്നെ ഓൾറെഡി ഇവർക്കൊരു 20 ഏക്കേഴ്സ് പ്ലാന്റിനോട് അടുത്ത് തന്നെ 20 ഏക്കേഴ്സ് സ്ഥലം ഇവർ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് എക്സ്പാൻഷന് വേണ്ടിയിട്ട്. സോ അതും അടുത്ത ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. പിന്നെ പറയാനായിട്ടുള്ളത് മേജറായിട്ട് ഇപ്പോൾ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ യൂട്ടിലൈസേഷൻ 80-85% ആണ്. അതുകൊണ്ടാണ് അവർ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത്. അതേപോലെ ബ്രസീലിൽ ഇപ്പോൾ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് കമ്പനിയായിട്ട്. അവിടെ പാർട്ണർഷിപ്പിൽ ഇവരെ മാർക്കറ്റ് പെനട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ അടുത്തതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് 58% ആണ് കമ്പനിക്കുള്ളത്. അതേപോലെ CB അതായത് കൊക്കോ ബട്ടറിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഇവരെ അത് അഫക്റ്റ് ചെയ്യില്ലെന്ന് ഇവർ പറയുന്നത്. കാരണം അതിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ അറിയാൻ പറ്റും. കാരണം ഏകദേശം 25%-ഓളം കൊക്കോ ബട്ടറിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു 3-4 മാസത്തിൽ. പക്ഷേ എന്നിട്ട് ഇവരുടെ മാർജിൻസിനൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ഇവരുടെ മാർജിൻസ് അത് അഫക്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. പിന്നീട് വേറെ പറയാനായിട്ടുള്ളത് US-ലേക്കുള്ള എക്സ്പോർട്ട് 2-3% ഉള്ളൂ. സോ അതും മാർജിൻസിനെ അഫക്റ്റ് ചെയ്യില്ല. വോളിയം ഗ്രോത്ത് കമ്പനിയിൽ 25-30% ഈ പ്രാവശ്യം ഉള്ളതെന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ PE റേഷ്യോനെ പറ്റി നോക്കിയാൽ ഇപ്പം ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ 80-83 ആയിരുന്നു ഇവരുടെ PE റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ April May സമയത്തെ കാര്യമാണ് പറയുന്നത്. അവിടെ നിന്ന് കമ്പനിയുടെ പ്രൈസ് ഒരു 10-20% മുകളിലേക്കേ പോയിട്ടുള്ളൂ. 20% ഇല്ല, ഒരു 5-10% മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ PE റേഷ്യോ ഇപ്പം നിൽക്കുന്ന 53-ലാണ്. സോ ഇതെങ്ങനെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റ് ക്യാപ്പ് ഡിവൈഡ് ബൈ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. സോ മാർക്കറ്റ് ക്യാപ്പ് കൂടി എന്നാൽ പോലും അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ആ രീതിയിലുള്ള ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 53-ലേക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ചത്തെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞായറാഴ്ചയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വെള്ളിയാഴ്ച അവരുടെ PE റേഷ്യോ നമ്മൾ നോക്കിയാൽ ഏകദേശം 66 ഉണ്ടായിരുന്ന PE റേഷ്യോ റിസൾട്ട് വന്ന ഉടനെ തന്നെ 53-ലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഹൈ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ ചൂസ് ചെയ്യുന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി ഇവരുടെ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് കമ്പനിയുടെ വാല്യൂഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ 66-ൽ നിന്ന് 53-ലെത്തിയ കമ്പനി ഈ ഫിനാൻഷ്യൽ ഇയർ അവർ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോയി അവർ പ്രോഫിറ്റ് ഏകദേശം ഒരു 200 crore അറൗണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ PE റേഷ്യോ 45-50 ഇടയ്ക്കായിട്ട് മാറും. അതായത് 45-50 ഇടയ്ക്ക് PE റേഷ്യോയിൽ ഒരു 60-70% ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതെന്ന് പറഞ്ഞാൽ അവരുടെ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1-ലൊക്കെ ഒരുപാട് താഴേക്ക് വരുന്നുണ്ട്, 0.7-0.8-ലേക്ക് വരുന്നുണ്ട്. സോ ഇത്രയും ഗ്രോത്ത് ഉള്ളൊരു കമ്പനിയിൽ ഈ PEക്ക് ഒരു എക്സ്പാൻഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ ഒരു സെക്ടറിലുള്ളൊരു നല്ലൊരു കമ്പനിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. സോ അതിൻ്റെ ഒരു ബയസ് ഇതിനകത്ത് ഉണ്ടാവും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും ഒരു സെയിൽസിലോ എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ ഞാനതിന് എക്സിറ്റ് ചെയ്യും. അത് പക്ഷേ നിങ്ങൾ അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.